ഇനിയും എമോഷണൽ ഡയമെൻഷൻസ്. നമ്മുടെ വികാരത്തെ നാം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ നമുക്കുള്ള സ്ട്രെസ്സ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എമോഷൻസ് ക്യാൻ ഹീൽ ഓർ ഹർട്ട് അവർ ബോഡി. നമ്മളത് മിസ്മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. എമോഷണൽ ഡയമെൻഷനിൽ സപ്പോർട്ട് സിസ്റ്റം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. അതായത് നമ്മളുടെ സ്പൗസ്, അതായത് ഭാര്യയോ ഭർത്താവോ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ സ്നേഹിതന്മാർ, അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ്, ഇവരൊക്കെ നമ്മുടെ എമോഷണൽ സപ്പോർട്ടിൻ്റെ സോഴ്സുകളാണ്. ഇവരൊക്കെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഫലപ്രദമായ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉദാഹരണമായി ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോ അമ്മയോ അടുത്ത് ചെന്ന് കുട്ടിയെ തലോടുന്നതും കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതും കുട്ടിക്ക് ആശ്വാസമായി നാം കാണാറുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിൽ മരണമോ ആക്സിഡൻറ്റോ വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നമ്മളുടെ അടുത്ത് വന്ന് സമാശ്വസിപ്പിക്കുന്നതും നമ്മളുടെ ശരീരം ടച്ച് ചെയ്യുന്നതും നമുക്ക് വളരെ ആശ്വാസമായി തോന്നാം. ഇതിനെയാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്പർശനം പലപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ പ്രായമുള്ളവരാകട്ടെ ഒരു വലിയ വിപത്ത് നേരിട്ട വ്യക്തിയെ ആലിംഗനം ചെയ്തുകൊണ്ട് സമാശ്വസിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് സ്ട്രെസ് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ ലഘൂകരിക്കുന്നതിനോ പര്യാപ്തമാകും എന്ന് നമുക്ക് മനസ്സിലാകും. ഒരാരോഗ്യമുള്ള വ്യക്തിക്ക് പോലും ഒരു ദിവസം 5 മുതൽ 6 വരെ ഹഗ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. അടുത്തത് ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ. മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് വളരെ പര്യാപ്തമായ ഒരു ടൂളാണ് ഹ്യൂമർ അഥവാ തമാശ. തമാശ എല്ലാവർക്കും ഇഷ്ടമാണ്. മെൻ്റൽ റിജിഡിറ്റിയെ കുറയ്ക്കുന്നതിന് തമാശകൾ വളരെയധികം പ്രയോജനപ്പെടുന്നു. The ability to see the humor side of each situation lightens and enlightens us. ഓരോ സാഹചര്യത്തെയും നാം നർമ്മബോധത്തോടെ നേരിടുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർമാർ പലപ്പോഴും പറയാറുണ്ട് ചിരിക്കുവാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ചിരിക്കുക എന്ന്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വെൻ യു ലാഫ് ദ ഹോൾ വേൾഡ് ലാഫ്സ് വിത്ത് യു, വെൻ യു വീപ്പ് യു വീപ്പ് അലോൺ. നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ആർത്ത് ചിരിക്കുന്നു. നിങ്ങൾ കരയുന്ന സമയത്ത് നിങ്ങളോടൊപ്പം നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ഇതിൽ നിന്നും ചിരിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിരിക്കുന്നതിലൂടെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് എല്ലാം തന്നെ നല്ല എക്സസൈസ് കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ കഴുത്ത്, ചെസ്റ്റ്, ഡയഫ്രം, മസിൽസ് ഇവയ്ക്കെല്ലാം തന്നെ നല്ല എക്സസൈസ് കിട്ടുന്നു. ഈ സമയം നമ്മുടെ ബോഡി ഡയോക്സൈഡുകളെ ഡിസ്ചാർജ് ചെയ്യുകയും എൻഡോർഫിൻസിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതിന് വളരെയധികം പ്രയോജനപ്പെടുന്നു. ഇന്ന് മിക്ക ഹോസ്പിറ്റലുകൾക്കും ലാഫിംഗ് റൂംസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ സന്തോഷിക്കുവാനും ചിരിക്കുവാനും തമാശ പറയുവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. ഇവയെല്ലാം സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഘടകങ്ങളാണ്. മൂഡ് മാനേജ്മെൻറ്റ് അഥവാ മാനസികാവസ്ഥയുടെ കൺട്രോൾ പലരും പറയുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ന് ഒരു മൂഡില്ല, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. ഇത് ഒരു മാനസിക അവസ്ഥയാണ്. മൂഡില്ലാത്ത ഒരു വ്യക്തിക്ക് ജോലിയിൽ ഉന്മേഷമുണ്ടാകില്ല, താല്പര്യമുണ്ടാകില്ല. നല്ല മാനസികാവസ്ഥയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ജോലിയിൽ വ്യാപൃതനാകുന്നതിനും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പ്രവൃത്തി വിജയിപ്പിക്കുന്നതിനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മൂഡ് മാനേജ്മെൻറ്റ് അഥവാ മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഓരോ വ്യക്തിയും തൽപരരാകണം. അതിലൂടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വ്യക്തികൾക്ക് കഴിവ് ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ലവ് അഥവാ സ്നേഹം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ. വികാരങ്ങളിൽ ഏറ്റവും പവർഫുൾ എമോഷൻ സ്നേഹമാണ്. എല്ലാവരും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ളവരെ നാം സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെയും ഓട്ടോമാറ്റിക്കായി അഥവാ തനിയെ സ്നേഹിച്ചു തുടങ്ങും. ഇത് ലോകതത്വമാണ്. സ്നേഹത്തെപ്പറ്റി വളരെ വിശദമായി ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ്. അതായത് ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. വിശ്വാസം, പ്രതീക്ഷ, സ്നേഹം. ഇവ എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്നാണ്. അതിലേറ്റവും പ്രധാനം സ്നേഹമാണ്.